ഓക്കെ, നമ്മൾ തമിഴ് സിനിമയെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ രജനീകാന്ത് സാറിൻ്റെ കൂടെയുള്ള പടം വരുന്നു, പിന്നെ വിടുതലൈ 2 വരുന്നു, വിജയ് സേതുപതി. അതുപോലെ കൂടുതൽ ഇപ്പോൾ തമിഴ് സിനിമകളാണോ ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നതല്ല, അത് അറിഞ്ഞോ അറിയാതെയോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് തമിഴിൽ നിന്ന് വന്നിരുന്നു. അത് ബാക്ക് ടു ബാക്ക് ഒരേ സമയത്താണ് എല്ലാത്തിൻ്റെയും ഷൂട്ടിങ്ങും പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആയിഷയ്ക്ക് ശേഷം എൻ്റെ മലയാള സിനിമയായിട്ട് പുറത്തു വരുന്നത് ഇതും ശരിക്കും ഒരു മലയാള സിനിമ എന്ന് ഇതിനെ തീർത്ത് പറയാൻ പറ്റില്ല. ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ കുറച്ച് നാള് തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. മിസ്റ്റർ എക്സ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. മനു ആനന്ദാണ് അതിൻ്റെ സംവിധായകൻ, ആര്യാണ് അഭിനയിക്കുന്നത്. വിടുതലൈ 2 വെട്ടുമാരൻ സാറിൻ്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്തു. വിജയ് സേതുപതിയാണ് അതിൽ അഭിനയിക്കുന്നത്. പിന്നെ വേട്ടയൻ രജനി സാറിൻ്റെ കൂടെ ജ്ഞാനവേൽ ഡയറക്ടറുണ്ട്. ഇത് കഴിഞ്ഞാൽ അടുത്തത് മലയാളമായിരിക്കും തമിഴായിരിക്കും? ഇപ്പൊ എമ്പുരാന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എമ്പുരാൻ എന്തായി, എന്ന് വരും? അതൊന്നും എനിക്ക് രാജുവേട്ടൻ്റെ അടുത്ത് ഞാൻ ആടുജീവിതം സമയത്ത് ചോദിച്ചപ്പോൾ 25% ഷൂട്ട് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിന്റെ അപ്പുറത്തേക്ക് ഞാനും ഇപ്പൊ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഗുജറാത്തിലെ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് കേരളത്തിലെ ബാക്കി ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യും എന്നാണ് എൻ്റെ അറിവ്. ഈ വർഷം മുഴുവൻ ഷൂട്ടിംഗ് പോവുമായിരിക്കും. ഇനി ഇതൊക്കെ എൻ്റെ അറ്റവും വാലും ഒക്കെ അറിഞ്ഞിട്ടുള്ള അറിവുകളാണ് കേട്ടോ. അടുത്ത വർഷം എന്തായാലും സിനിമ ഇറങ്ങും. അതിന്റെ പോസ്റ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആളാണ്. ആരുടെ ഒരാളുടെ ബൈറ്റിൽ പറഞ്ഞു കേട്ടോ. അതിൽ കാണിച്ചിരിക്കുന്ന ഹെലികോപ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ വണ്ടികളൊന്നും എല്ലാം റിയൽ ആണ്, CG അല്ല. വലിയ മലയാളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമയായിരിക്കും എമ്പുരാൻ. ആയിരിക്കണം. കമ്പനിയിൽ കൊടുക്കാനാ പോലെ അല്ല, അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ ഒന്നും അവകാശമില്ല. തീർച്ചയായിട്ടും ലൂസിഫർ അത്രയും വലിയൊരു പ്രേക്ഷകർ അത്രയും സ്നേഹത്തോടെ സ്വീകരിച്ച സിനിമയാണ്. അപ്പം അതിൻ്റെ സീക്വലാണ്. സീക്വലും പ്രീക്വലും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്തും തോന്നുന്നുണ്ട്. രണ്ടും ഉണ്ട്. എൻ്റെ ഭാഗങ്ങളൊക്കെ സീക്വലാണ്. പ്രീക്വൽ ആയിട്ട്, അതായത് എനിക്ക് വെറുതെ അതും ഇതും പറഞ്ഞ് ഞാൻ മണ്ടത്തരം പറഞ്ഞിട്ട് ഇനി അത് തമ്മിലാക്കണ്ട. പക്ഷെ ഞാൻ കുറച്ച് ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഷൂട്ട് ബാക്കിയുണ്ട് ഇനിയും. എനിക്ക് വളരെ എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. ഈ പ്രിയദർശിനി രാംദാസ് ശരിക്കും ഒരുപാട് ഇമോഷണലി ഭയങ്കര ഡെപ്തുള്ള കഥാപാത്രമായിരുന്നു ഫസ്റ്റില്. അപ്പൊ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ പൊതുവേത്തിൽ ഒതുക്കിയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഇതിലെ കഥാപാത്രത്തിന് ഒരു ഒരിക്കലും ഒതുങ്ങുന്നില്ലല്ലോ സുമേഷ്. ആരുടെ ജീവിതത്തിലാ പ്രശ്നങ്ങൾ ഒതുങ്ങുന്നത്? എല്ലാ പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എമ്പുരാനിൽ. ഇത് ആ ഒരു മൂഡ് തന്നെ ആയിരിക്കും കഥാപാത്രത്തെ കുറച്ചുകൂടി ഒരു മാസ് ലെവലിലേക്കായിരിക്കും. അല്ല, അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഏറ്റവും സെൻസ് ഉള്ള ആള് തന്നെയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ. അതിനെക്കാട്ടിലും നന്നാക്കാനല്ലേ നോക്കുള്ളൂ. രാജുവേട്ടൻ്റെ അടുത്ത് എങ്ങനെ ചോദിച്ചാൽ ഒന്നും വിട്ടു പറയില്ല. ഞാൻ ചോദിച്ചു എമ്പുരാൻ ഒരു വലിയ സിനിമ, അയ്യോ ഇതൊരു കൊച്ചു സിനിമയാണ്, അങ്ങനെയാണ് പറയുന്നത്. അല്ല, എന്തായാലും അതിനെക്കാട്ടിലും നന്നാക്കാൻ തന്നെ എല്ലാവരും ഏത് സിനിമയാണെങ്കിലും നോക്കുള്ളൂ സുമേഷ്. അപ്പൊ അത് അങ്ങനെ തന്നെ ആവട്ടെ. മലയാളം ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്ന ഏതാണ് ഈ അടുത്തത്? ഒന്നും, അത് ഡിസ്കഷൻ സ്റ്റേജിലാണ് എല്ലാം ഉള്ളത്. തമിഴ് തമിഴും ഉണ്ട്, മലയാളവും ഉണ്ട്. ഏതാണ് എന്ന് കൃത്യം പറയാറായിട്ടില്ല. നിലവിൽ ഇത്രയാണ്, ഈ 4 സിനിമകളാണ് ഉള്ളത്. മിസ്റ്റർ എക്സ് ഉണ്ട്, വിടുതലൈ, വേട്ടയൻ, എമ്പുരാൻ. നാലും വലിയ സിനിമകളാണ്.